ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ണം കുറഞ്ഞ് 6 പാക്ക് ആകുമെന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെ പിന്നെ എന്തിനാ സെലിബ്രിറ്റീസ് ഒക്കെ ഇതിന്റെ പുറകെ പോകുന്നത് അല്ലേ? ഈ ഇഞ്ചക്ഷൻ എന്താണ്, ഇത് ആർക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് എങ്ങനെ വർക്ക് ചെയ്യും, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. GLP-1 റിസപ്റ്റർ അഗനിസ്റ്റ് എന്നാണ് ഈ മരുന്നുകൾക്ക് പറയുന്ന പേര്. സത്യത്തിൽ ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ മരുന്നുകളുടെ ഉപയോഗം ഇരട്ടിയിലധികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ട് ലോകമെമ്പാടും ഒബിസിറ്റിയുടെ അളവ് കുറയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ മരുന്ന് നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കും, ഫാറ്റ് ബേണിംഗ് കൂട്ടും, പ്രത്യേകിച്ചും ലിവറിലുള്ള ഫാറ്റ്. ഇതുകൂടാതെ ഒബിസിറ്റി കൊണ്ടുണ്ടാവുന്ന പല കോംപ്ലിക്കേഷൻസ്, ഡയബറ്റിസ്, ഫാറ്റി ലിവർ, BP, കൊളസ്ട്രോൾ, ഇതൊക്കെ റിവേഴ്സ് ചെയ്യും. കൂടാതെ ഹാർട്ടിനും കിഡ്നിക്കും ബ്രെയിനിനും വരെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു മരുന്നാണിത്. ഈ മരുന്നുകളെ എങ്ങനെയാ വർക്ക് ചെയ്യണേന്ന് നോക്കാം. ഇൻക്രെറ്റിൻ ബേസ്ഡ് തെറാപ്പി എന്നാണ് ഇതിനെ ജനറലി പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻക്രെറ്റിൻ. ഇൻക്രെറ്റിൻ കാരണം നമ്മളുടെ ഗ്യാസ്ട്രിക് എൻട്രിയും പതുക്കെ ആവുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു. ഈ മരുന്നുകൾ ഇൻക്രെറ്റിനെ മിമിക് ചെയ്യുന്നു. അതിന്റെ എഫക്റ്റ് കൂടുതൽ നേരം നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഈ മരുന്നുകൾ ജനറലി വളരെ സേഫ് ആണ്. പക്ഷെ ഇത് എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നല്ല. ഇത് ആർക്കെടുക്കാം? 30-ന് മുകളിൽ BMI ഉള്ള ആൾക്കാർക്കാണ് GLP-1 മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക. ഭയങ്കര വണ്ണമുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഈ മരുന്ന് യൂസ്ഫുൾ ആവുന്നത്. ഈവൻ 27-ന് മുകളിൽ BMI ഉള്ള, കൂടെ ഡയബറ്റിസോ, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ, PCOD, അതുപോലെ സ്ലീപ്പ് അപ്നിയ, ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാർക്കും ഈ മെഡിസിൻ റെക്കമെൻഡഡ് ആണ്. ഈ മരുന്ന് വെയിറ്റ് ലോസിന് ഒരു ടൂളാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ പറ്റില്ല. വെയിറ്റ് ലോസ് സംഭവിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഫാറ്റ് ലോസും മസിൽ ലോസും രണ്ടും സംഭവിക്കും. പക്ഷെ മസിൽ ഒരുപാട് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹെൽത്തി ആവില്ല. ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂട്രീഷൻ പ്ലാൻ ഉണ്ടാവണം. വിശപ്പ് കുറവായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ. കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീനും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. രണ്ടാമത് വേണ്ടത് ഒരു വർക്കൗട്ട് പ്ലാനാണ്. റെസിസ്റ്റൻസ് ട്രെയിനിങ് കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് മസിൽ ലോസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ജിമ്മിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും റെഗുലർലി എക്സസൈസും കൂടെ ചെയ്തേ പറ്റുള്ളൂ. മൂന്നാമത് വേണ്ടത് ഹൈഡ്രേഷൻ ആണ്. ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ അളവും കുറഞ്ഞു പോവാം. ഇത് കാരണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം, തലകറക്കം ഉണ്ടാവാം, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 3 to 4 liters ഓഫ് വാട്ടർ, അത് വെള്ളമായിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ എങ്ങനെയെങ്കിലും കഴിക്കാം. പക്ഷെ വെള്ളം കുടിക്കണം നിർബന്ധമാണ്. നാലാമത് വേണ്ടത് ഫാമിലി സപ്പോർട്ടാണ്. നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ പിസയും ബിരിയാണിയും ഒക്കെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളും അത് തന്നെ കഴിക്കും. അപ്പൊ നമുക്ക് ആവശ്യത്തിലുള്ള പ്രോട്ടീനും മൈക്രോ ന്യൂട്രിയൻസും കിട്ടിയെന്ന് വരില്ല. ഇതുകൂടാതെ അവർ ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോസിയ പോലെയുള്ള പ്രശ്നങ്ങളും കൂടെ ഉണ്ടാവാം. മരുന്ന് ജനറലി വളരെ സേഫ് ആണ്. എന്നാലും കോമൺലി കാണുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നോസിയ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ചെറിയ ഡോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഇതിന്റെ ഡോസ് കൂട്ടിക്കൊണ്ടുവരിക. ഓരോ മാസവും നമ്മൾ ഡോസ് എസ്കലേറ്റ് ചെയ്യും. ഡോസ് എസ്കലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ടുള്ള വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, സ്പെഷ്യലി പാൻക്രിയാറ്റൈറ്റിസോ ലിവർ പ്രോബ്ലംസോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ടെസ്റ്റുകളും ചെയ്ത് നോക്കും. ഇങ്ങനെ ഏത് ഡോസിലാണോ ഏറ്റവും നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് ആ ഡോസിൽ നമ്മൾ മരുന്ന് സ്റ്റേബിലൈസ് ചെയ്ത് ആൾക്ക് വേണ്ടത്ര വെയിറ്റ് ലോസ് എത്തുന്നിടം വരെ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിനുശേഷം പതുക്കെ ഇതുപോലെ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നിർത്തുന്നത്. നമ്മൾ മരുന്ന് എടുക്കുന്ന കാലയളവിൽ റെഗുലറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ മരുന്നെടുക്കുമ്പോൾ ലൈഫ് സ്റ്റൈലും ബാക്കിയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.